ആരാണ് ഗവർണർ? എന്താണ് ഗവർണർ പദവി? ആർക്കാണ് കൂടുതൽ അധികാരം? ഗവർണർക്കാണോ മുഖ്യമന്ത്രിക്കാണോ? ഒരു ഗവർണറുടെ കടമകളും അധികാരങ്ങളും എന്തൊക്കെയാണ്? ഇവയൊക്കെ അറിയുവാൻ നമുക്ക് നിശ്ചയമായും താല്പര്യമുണ്ടായിരിക്കും. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ അഡ്വക്കേറ്റ് ഡോക്ടർ ജോസ് കെ ജോസഫ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഗവർണർ പദവിയുടെ ഉത്ഭവം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷ് ഭരണകാലത്ത് പ്രവിശ്യകളായിരുന്നു. പ്രവിശ്യകൾ ഭരിക്കുന്നതിന് ഏറ്റവും ഉയർന്ന അധികാരി ഗവർണറായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ ഗവർണർ പദവി വേണോ വേണ്ടായി എന്നുള്ളതിനെ പറ്റി തർക്കമുണ്ടായി. അംബേദ്കർ പറഞ്ഞിട്ടുള്ളത് അമേരിക്കൻ മാതൃകയിലുള്ള, അതായത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഗവർണർ പദവി ആവശ്യമാണ് എന്ന്. എന്നാൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നെഹ്റുവും മറ്റും പറയുകയുണ്ടായി, കനേഡിയൻ മാതൃകയിലുള്ള ഗവർണർ പദവിയാണ് ആവശ്യം. കാരണം ഗവർണർ സംവിധാനത്തിൽ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിൽ നിന്നും വിട്ടുമാറാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഗവർണറെ ആവശ്യമുണ്ട്. ഒരു പാലമായി, ഒരു റെപ്രസെന്റേറ്റീവായിട്ട്, ഒരു ഏജന്റായിട്ട് ആവശ്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ്, ഭരണഘടനാപരമായ തലവനാണ് ഗവർണർ. നമുക്കറിയാം, കേന്ദ്രത്തിലെ രാഷ്ട്രപതി പ്രഥമ പൗരനാണ്. എന്നാൽ ഫലത്തിലെ മന്ത്രിസഭ, കേന്ദ്ര മന്ത്രിസഭയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, ഭരണം നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ് സംസ്ഥാനത്ത് ഗവർണർ. എന്നാൽ നയതീരുമാനങ്ങളും കാര്യനിർവഹണവും നടത്തുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിസഭയുമാണ്. ഒരു ഗവർണർക്ക് 5 വർഷമാണ് പദവി. ഇത് കൂട്ടിക്കൊടുക്കുന്നതിനും കുറയ്ക്കുന്നതിനുമുള്ള അധികാരം രാഷ്ട്രപതിക്ക് ഉണ്ട്. അതായത് സംസ്ഥാനത്തിന് വെളിയിലുള്ള ഒരാളായിരിക്കണം ഗവർണർ എന്നും കീഴ്വഴക്കമുണ്ട്. കൂടാതെ ഗവർണർക്ക് രാഷ്ട്രീയം പാടില്ല. അഥവാ രാഷ്ട്രീയമുണ്ടെങ്കിൽ രാഷ്ട്രീയം നിർത്തിയിട്ട് വേണം ഗവർണർ പദവി സ്വീകരിക്കുക. ഗവർണർ പദവിയെ പറ്റി പഠിച്ചിട്ടുള്ള എല്ലാ കമ്മീഷനുകളും ഇത് പരാമർശിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗവർണറുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിയമസഭ വിളിച്ചുകൂട്ടുന്നതും പിരിച്ചുവിടുന്നതും ഗവർണറാണ്. നിയമസഭയുടെ ബില്ല് പാസ്സാക്കണമെങ്കിൽ ഗവർണറുടെ ഒപ്പ് ആവശ്യമാണ്. ഒരു സംസ്ഥാനത്ത് ചാൻസലറാണ് ഗവർണർ. അതുകൊണ്ട് തന്നെ വൈസ് ചാൻസലർമാരെ തീരുമാനിക്കുന്നതും ഗവർണറാണ്. ഓർക്കുക, ഇങ്ങനെയൊക്കെ ആണെങ്കിലും മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചാണ് ഗവർണർ ഇത് പ്രവർത്തിക്കുന്നത്. ഗവർണർക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അവസരങ്ങൾ വളരെ കുറച്ചാണ്. രാഷ്ട്രപതി ഭരണം നടത്തുന്ന അവസരങ്ങൾ, ക്രമസമാധാനം ഇല്ല എന്ന് സംസ്ഥാനത്ത് കാണുമ്പോൾ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് കൊടുക്കുവാനുള്ള അവകാശമുണ്ട്. കൂടാതെ ഒരു രാഷ്ട്രീയ കക്ഷിക്ക് ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഗവർണർക്ക് സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അവകാശം ഉണ്ട്. ഇനി നമുക്ക് ഗവർണർ പദവിയുടെ ഭരണഘടനാപരമായ ധർമ്മശാസ്ത്രം എന്താണെന്ന് നോക്കാം. ദ പൊളിറ്റിക്കൽ മൊറാലിറ്റി ബിഹൈൻഡ് ദ അപ്പോയിന്റ്മെന്റ് ഓഫ് ഗവർണേഴ്സ്. ഗവർണർ പദവിയുടെ ലീഗാലിറ്റി, നീതിശാസ്ത്രം എന്തായിരുന്നാലും, ധാർമ്മികത എന്തായിരുന്നാലും ഒരു പൊളിറ്റിക്കൽ അപ്രോച്ച്, ഒരു രാഷ്ട്രീയ സമീപനം ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം ഇത് സാക്ഷ്യം വഹിക്കുന്നു. ഇത് തന്നെയാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയും വ്യത്യസ്തമാണെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പെർട്സ്, ഭരണഘടനാ വിദഗ്ധന്മാർ ഒരു കൂട്ടർ പറയുന്നു ഗവർണർക്ക് കേവലമായ അധികാരമുണ്ട് എന്ന്. എന്നാൽ മറ്റൊരു കൂട്ടർ പറയുന്നു ഗവർണർക്കല്ല, മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും ആണ് കൂടുതൽ അധികാരമെന്ന്. ഇതിനെപ്പറ്റി സുപ്രീം കോടതിയുടെ ഒരു വിധി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശക്തി സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് പഞ്ചാബ്. ഇത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗവർണർക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അവകാശങ്ങളില്ല, മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും തീരുമാനങ്ങളാണ് അവസാനം. എന്നാൽ മറ്റു പല കേസുകളിലും സുപ്രീം കോടതി പരാമർശിച്ചിട്ടുണ്ട് ഗവർണർ വെറും കേന്ദ്രമന്ത്രിസഭയുടെ ഉദ്യോഗസ്ഥനല്ല, സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ എടുക്കുവാനുള്ള അവകാശമുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, ഗവർണറും
മുഖ്യമന്ത്രിയും മന്ത്രിസഭയും തമ്മിലുള്ള സഹകരണത്തിലുള്ള സമാധാനത്തിലുള്ള സുദൃഢമായ ബന്ധമാണ് ആരോഗ്യകരമായ ജനാധിപത്യത്തിന് ആവശ്യം. എന്നാൽ ഒരു ഗവർണർ ഒരു സംസ്ഥാന മന്ത്രിസഭയുമായി പ്രശ്നങ്ങളും തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാക്കുകയും ഭരണ സംവിധാനത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്താൽ അത് ആരോഗ്യകരമായ ജനാധിപത്യത്തിന് ആശ്വാസ്യമല്ല. മറിച്ച് നിരന്തരം പ്രശ്നങ്ങളും പരാതികളും തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു മന്ത്രിസഭയും ഭരണത്തിന് ജനാധിപത്യ സംവിധാനത്തിന് ആശ്വാസ്യമല്ല. നന്ദി, നമസ്കാരം.